നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛൻ എത്ര സമയം എടുക്കും ഈ റുബിക്സ് ക്യൂബ് പസിൽ സോൾവ് ചെയ്യാൻ? പണ്ടൊക്കെ 8 മണിക്കൂർ എടുക്കുമായിരുന്നു, ഇപ്പൊ അരമണിക്കൂർ മതി. ആഹാ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ സ്കൂളിൽ നിന്ന് വന്നാ ഉടനെ കളിക്കാൻ തുടങ്ങും അച്യുത്? ഇല്ല അങ്കിൾ, അമ്മ പ്രത്യേകം പറഞ്ഞതാ, വെറുതെ കളിച്ച് നേരം കളയാതെ ഇടയ്ക്കിടയ്ക്ക് പുസ്തകം എടുത്ത് വായിക്കണോന്ന്. അമ്മയുടെ വാക്ക് അക്ഷരം പ്രതി അനുസരിക്കുന്ന കുട്ടിയാണല്ലോ. ഗുഡ്. അച്ഛന് അമ്മ അത്രയ്ക്ക് ഇഷ്ടമാണോ? അമ്മ ഇടയ്ക്ക് വഴക്ക് പറയുമ്പോ ദേഷ്യവും സങ്കടമൊക്കെ വരും, എന്നാ അപ്പൊ തന്നെ മാറുകയും ചെയ്യും. എന്റെ അമ്മ സൂപ്പറാ. ഈ അങ്കിളിനോടോ? ഈ അങ്കിളിനോട് എത്ര ഇഷ്ടമുണ്ട് അച്ഛന്? അങ്കിളിനെ ഇഷ്ടാ, പക്ഷേ അമ്മയോട് ഏറ്റവും ഇഷ്ടം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാ. കറക്റ്റ്. കേൾക്കുന്നവരോട് പ്രിയം പറയുന്നതിനേക്കാൾ മനസ്സിൽ തോന്നുന്ന സത്യം പറയുന്നത് നല്ല ശീലമാ. അച്ഛനോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ളതാണോ? സത്യമേ പറയാവുള്ളെന്ന് അമ്മ എപ്പോഴും പറയും, അതുകൊണ്ട് കള്ളം പറയില്ല ഞാൻ. കള്ളം പറയുന്നതും പറ്റിക്കുന്നതും പാവാ. സൂപ്പർബ്. നിന്റെ വാക്കുകളും നിന്റെ ശീലങ്ങളും നിന്റെ രീതികളും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അച്യുത്. ഒരു കുഞ്ഞ് എങ്ങനെയാ വളരേണ്ടതെന്ന് നീ സ്വയം കാണിച്ചു കൊടുക്കുക. എന്റെ മകൻ എന്റെ അടുത്തില്ലെങ്കിലും നീ അടുത്തിരിക്കുമ്പോ അവൻ അടുത്തുള്ളതുപോലൊരു ഫീലാ എനിക്ക്. പലപ്പോഴും നീ എന്റെ സ്വന്തം മകനാണെന്ന് പോലും ഞാൻ വിചാരിച്ചു പോകുന്നുണ്ട്. അങ്കിൾ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ, ഞാൻ അങ്കിളിന്റെ മൂത്ത മകനാ. സ്വന്തം മകനെ തിരിച്ചു കിട്ടുമ്പോ അവൻ എന്റെ അനുജനായി അങ്കിളിനെ രണ്ടാമത്തെ മകനായി വളർത്തിയാ മതി. എന്താ, പറ്റോ? കൊള്ളാം, സമ്മതിച്ചു. അപ്പോഴേ മൂത്ത മകന് അച്ഛനോട് കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ജീവിച്ചിരിക്കുമ്പോ കൂടെ വേണം, അസുഖം വരുമ്പോ ശുശ്രൂഷിക്കണം, മരിക്കുമ്പോ കർമ്മങ്ങൾ ചെയ്യണം, ബലിയിടണം, അങ്ങനെ അങ്ങനെ. അതൊക്കെ മൂത്ത മകന്റെ ഉത്തരവാദിത്തങ്ങളാ. അച്ഛൻ ഇതൊക്കെ ചെയ്യൂ എനിക്ക് വേണ്ടി? ചെയ്യും, ഞാൻ റെഡിയാ. കുഞ്ഞ് ബെഡ്റൂം റെഡിയായി. നേരെ ഒരുപാടായി, നമുക്ക് ചാച്ചിയാലോ? ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. പോവാം. പോവാം. അല്ല, ഭവാനിയമ്മ രാവിലെ നാട്ടിൽ പോണ ലക്ഷണ. റൂമിലിരുന്ന് ബാഗിൽ തുണിയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. പോണെങ്കി പോട്ടെന്നേ, വീണ്ടും വീണ്ടും ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ വയ്യ. അപ്പൊ അച്യുത്, ഗുഡ് നൈറ്റ്. ശരി. എന്റെ മകൻ തിരിച്ചു വരുമെന്ന് എനിക്കിപ്പോ നിശ്ചയമില്ല. വന്നാലും ഇല്ലെങ്കിലും എനിക്കിപ്പോ നീ ഉണ്ടെന്നുള്ള ആശ്വാസമാണ് ഇന്നെന്റെ ഏറ്റവും വലിയ ആശ്വാസം. എന്റെ ദുഃഖങ്ങൾ മറക്കാനും സമാധാനത്തോടെ ഉറങ്ങാനുമുള്ള ദിവ്യ ഔഷധമാണ് നീ. അച്യുത്, ഐ ലവ് യു എ ലോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.